നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ നാം നമ്മെ വഞ്ചിക്കുകയാണ്. എന്നാൽ യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ സകല പാപവും പോക്കി, അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ നമ്മെ രക്ഷിക്കാനാണ്. ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് എന്നാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് ദൈവം സാക്ഷ്യപ്പെടുത്തിയത്. നമ്മളെല്ലാവരും പാപികളാണ്. നമ്മെ രക്ഷിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ഇന്ന് പകൽ എത്ര പേർ സമ്മതിക്കും ഞാനൊരു പാപിയാണ്? യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങളെങ്കിലേക്ക് മടങ്ങി വരുവിൻ. നിങ്ങൾ നിങ്ങളുടെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നിങ്ങൾ സമ്മതിക്കണം, ഞാനൊരു പാപിയായ മനുഷ്യനാണെന്ന്, എന്നിൽ കുറവുകളുണ്ടെന്ന്, എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുതായിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ പാപങ്ങൾ അത്രേ ദൈവത്തെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ മറച്ചു വെച്ചാൽ ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് ദൈവം കരുണ കാണിക്കും. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ഇന്നും രക്ഷിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ പദ്ധതിയുണ്ട്, വിടുവിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ട്, അത് പോക്കി എന്നെ ശുദ്ധീകരിക്കണം. നമുക്കറിയില്ല, അറിയാതെ സംഭവിച്ചത്, പറഞ്ഞത്, ചിന്തിച്ചത്, പ്രവർത്തിച്ചതൊക്കെ മറഞ്ഞിരിക്കുന്നത് നാം ഏറ്റു പറയണം. ദൈവത്തോട് പറയണം, അപ്പാ, എന്നോട് ക്ഷമിക്കണം, എന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല, അനുഗ്രഹം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ശുദ്ധീകരണത്തിനായി ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. കുറവുകളെ ഏറ്റുപറയാം, തെറ്റുപറ്റിപ്പോയി എന്ന് പറയാം, ഞാനൊരു പാപിയാണെന്ന് പറയാം. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.